നമ്മൾ അഭിനയ കലയിൽ പ്രിയപ്പെട്ടവരെ ഡിപ്ലോമ എടുത്തവരോ മാസ്റ്റർ ഡിഗ്രി എടുത്തവരോ ഒക്കെയാണ്. നല്ല അഭിനേതാക്കളാണ് നമ്മുടെ ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും. പുറത്തുള്ളവരുടെ മുമ്പിൽ എത്ര മധുര മനോഹരമായിട്ടാണ് അഭിനയിക്കുന്നത്. എത്ര നല്ല ഭർത്താവ്, ഇത്രയും നല്ല ഭർത്താവ് കേരളത്തിൽ വേറെ കാണില്ലെന്ന ഭാര്യയോട് കഴിഞ്ഞ 6 വർഷമായി മിണ്ടാത്ത ഒരു ഭർത്താവിൻ്റെ പ്രകടനം കാണുമ്പോൾ കാഴ്ചക്കാർക്ക് തോന്നുക. അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയോട് ഒരു ഡിക്ഷണറിയും ഇല്ലാത്ത ഭാഷ മാത്രം പറയുന്ന, കൈചുരുട്ടി അവളെ ഇടിക്കുന്ന ഭർത്താവ് അഭിനയിക്കുന്നത് കണ്ടാൽ ലോകത്തുള്ള ആളുകൾ പറയും മാതൃകാ ഭർത്താവ്. അതിനേക്കാൾ വളരെ മനോഹരമായി ജീവിതത്തിൽ മറ്റുള്ളവരെ അഭിനയിച്ച് തോൽപ്പിക്കുന്ന ഭാര്യമാരുമുണ്ടല്ലോ. ഭർത്താവിനോട് വർഷങ്ങളായി യാതൊരു മിണ്ടാട്ടവുമില്ല, യാതൊരു വിധത്തിലും ഭർത്താവിനെ അവൾ സ്നേഹിക്കുന്നില്ല. വാ തുറന്നാൽ ഭർത്താവിനെ വിമർശിക്കുകയാണ് അവളുടെ ജോലി. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അവൾ ഭർത്താവിനെ ഇച്ചായ ഇച്ചായ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തേൻ ഒഴുകി വീഴും. എത്ര മധുരമായിട്ടാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആന്തരിക സംഘർഷങ്ങൾ ഇങ്ങനെ മുറ്റിക്കിടക്കുമ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ട് എന്താണ് പ്രയോജനം? നമ്മൾ അഭിനയ കലയിൽ പ്രിയപ്പെട്ടവരെ ഡിപ്ലോമ എടുത്തവരോ മാസ്റ്റർ ഡിഗ്രി എടുത്തവരോ ഒക്കെയാണ്. നല്ല അഭിനേതാക്കളാണ് നമ്മുടെ ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും. പുറത്തുള്ളവരുടെ മുമ്പിൽ എത്ര മധുര മനോഹരമായിട്ടാണ് അഭിനയിക്കുന്നത്. എത്ര നല്ല ഭർത്താവ്, ഇത്രയും നല്ല ഭർത്താവ് കേരളത്തിൽ വേറെ കാണില്ലെന്ന ഭാര്യയോട് കഴിഞ്ഞ 6 വർഷമായി മിണ്ടാത്ത ഒരു ഭർത്താവിൻ്റെ പ്രകടനം കാണുമ്പോൾ കാഴ്ചക്കാർക്ക് തോന്നുക. അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയോട് ഒരു ഡിക്ഷണറിയും ഇല്ലാത്ത ഭാഷ മാത്രം പറയുന്ന, കൈചുരുട്ടി അവളെ ഇടിക്കുന്ന ഭർത്താവ് അഭിനയിക്കുന്നത് കണ്ടാൽ ലോകത്തുള്ള ആളുകൾ പറയും മാതൃകാ ഭർത്താവ്. അതിനേക്കാൾ വളരെ മനോഹരമായി ജീവിതത്തിൽ മറ്റുള്ളവരെ അഭിനയിച്ച് തോൽപ്പിക്കുന്ന ഭാര്യമാരുമുണ്ടല്ലോ. ഭർത്താവിനോട് വർഷങ്ങളായി യാതൊരു മിണ്ടാട്ടവുമില്ല, യാതൊരു വിധത്തിലും ഭർത്താവിനെ അവൾ സ്നേഹിക്കുന്നില്ല. വാ തുറന്നാൽ ഭർത്താവിനെ വിമർശിക്കുകയാണ് അവളുടെ ജോലി. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അവൾ ഭർത്താവിനെ ഇച്ചായ ഇച്ചായ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തേൻ ഒഴുകി വീഴും. എത്ര മധുരമായിട്ടാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആന്തരിക സംഘർഷങ്ങൾ ഇങ്ങനെ മുറ്റിക്കിടക്കുമ്പോൾ നമ്മൾ നോമ്പെടുക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ട് എന്താണ് പ്രയോജനം?